ബിന്ദുവിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുപോവുകയാണ്. തലയോലപ്പറമ്പിലേക്ക് എത്തിക്കും. നാളെയായിരിക്കും സംസ്കാരം ഉണ്ടാവുക എന്നറിയുന്നു. വലിയ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീവൻ ആശുപത്രിയുടെ അനാസ്ഥയിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന സംഭവമാണ്. അതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധം, അതിന് മറുപടി സർക്കാർ നൽകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണം, തുടർന്നുള്ള നടപടികൾ, ഇതെല്ലാം കാത്തിരിക്കുന്നു. എന്തായിരിക്കും ആദ്യ നടപടി എന്നത് അറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ള അന്വേഷണം കലക്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, അവിടെ നിന്ന് ഇനി എത്ര സമയമെടുക്കും വീട്ടിലേക്ക് എത്തിക്കാൻ? നാളെ എപ്പോഴാണ് സംസ്കാരം? സംഘർഷാവസ്ഥയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ. അവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക്, തലയോലപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ ഇറക്കിയ സാഹചര്യത്തിലാണ് അവിടെ ചാണ്ടി ഉമ്മൻ MLA ആംബുലൻസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ നാട്ടുകാരോ ബന്ധുക്കളോ ആരോ ഇടപെട്ടു. അയാൾ അവിടെ നിന്ന് മാറ്റണമെന്നൊക്കെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം അവിടെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബന്ധുക്കളായിരിക്കാം ഒരുപക്ഷെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തള്ളിമാറ്റുകയായിരുന്നു. അത് സംഘർഷത്തിന് വഴിവെച്ചു. പോലീസ് അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളും കണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള ചാണ്ടി ഉമ്മന്റെ ഷോയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആളുകളുടെ പ്രതികരണം. ആംബുലൻസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ആംബുലൻസിന്റെ മുന്നിൽ കയറി നിന്നായിരുന്നു ചാണ്ടി ഉമ്മൻ പ്രതിഷേധിച്ചിരുന്നത്. ഇപ്പോൾ പ്രതികരിക്കുന്നു.
വില പ്രയോഗിച്ച് ഞങ്ങളെ നീക്കം ചെയ്യാം. ഈ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഗുണ്ടകളായി ഇന്ന് പോലീസ് മാറിയിരിക്കുന്നതിന്റെ തെളിവാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീജിത്ത് അടക്കം കാണിച്ചിരിക്കുന്നത്. ഞങ്ങളെന്താ പറഞ്ഞത്? ഒരു പ്രതിഷേധം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയാണ്, കുടുംബത്തിലെ അംഗമാണ്. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ട് പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിലെ അംഗം വേട്ടക്കാരോടൊക്കെ വേട്ടയാടുകയും വേട്ടമൃഗത്തോടൊപ്പം വേട്ടയാടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യും അവിടുത്തെ പോലീസ്. നമ്മളുടെ ഈ മരണം സംഭവിച്ചു ഈ വന്ന എന്റെ കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖമില്ലാതെ വന്ന ഒരാളാണ്. ഈ ഒരു മരണം ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ ഘട്ടം. അതിന് ഗവൺമെന്റ് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും നടത്തിയിട്ടില്ല. രാവിലെ തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഈ സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ ബോഡി കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. ഞാനിനി കുട്ടികളെ കൊണ്ട് ഞാനിനി എന്താ ചെയ്യണം? അതിനൊരു തീരുമാനം വേണമല്ലോ. മനുഷ്യരല്ലേ മരിച്ചത്, മനുഷ്യരല്ലേ. ആ കുടുംബത്തിലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന് മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അത് പോലീസ് എങ്ങനെ നേരിട്ടു എന്ന് കണ്ടു. ആംബുലൻസ് ഇടിപ്പിക്കാനോ നോക്കുന്നത്? ഇതെന്താണെന്നറിയോ? കൊന്നവരെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് ആ ആംബുലൻസ് വെച്ച് MLA അടക്കം ഇടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട സർക്കാരിനോട് പറഞ്ഞേക്കാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, വയനാട്ടിലെ നിങ്ങൾ ആ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന സർക്കാരിനോട് പാവപ്പെട്ടവരുടെ വില കുതിര കുടുംബത്തിലെ വലിയ നഷ്ടം MLA ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം കോൺഗ്രസ് അവിടെ ഉയർത്തുന്നുണ്ട്. പക്ഷേ മൃതദേഹം പുറത്തേക്ക് എടുത്തപ്പോൾ ആംബുലൻസ് തടയാൻ ശ്രമിച്ചു. അതിൽ ബന്ധുക്കൾ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം തലയോലപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് MLA ചാണ്ടി ഉമ്മൻ ആംബുലൻസിന് മുന്നിൽ കയറി നിന്നത്. അവിടെ നിന്ന് പോലീസ് ശ്രമിച്ചിട്ടും MLA മാറാൻ തയ്യാറായില്ല. പക്ഷേ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് പ്രതിഷേധിച്ചത് എന്നാണ്. പക്ഷേ ബന്ധുക്കൾ അതിൽ ഇടപെടുകയും ആംബുലൻസ് അവിടെ നിന്ന് നീക്കണം, വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് ഓഡിയോയിൽ നിന്ന് വ്യക്തമായിരുന്നു. അത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിലാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രതിഷേധിക്കുന്ന ആളുകളെ പലരെയും പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ സംഘങ്ങളായി വന്നുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രി കോമ്പൗണ്ടിനകത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. നിരവധി ആളുകൾ എത്തേണ്ട ഗേറ്റാണ്. നിരവധി പേഷ്യൻസ് എത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതിഷേധം അവർക്കുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതുകൂടിയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹം എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആംബുലൻസിൽ തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നാളെയാണ് സംസ്കാരം നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് റൈറ്റ് സൈഡിലെ സ്ക്രീൻ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നേരത്തെ ആംബുലൻസ് ചാണ്ടി ഉമ്മൻ MLA തടയുന്നതാണ്. ചാണ്ടി ഉമ്മൻ MLA ആംബുലൻസിനെ കടത്തിവിടാതെ പോകാൻ അനുവദിക്കാതെ തടയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, നേരത്തെ എന്തിന് ചാണ്ടി ഉമ്മൻ ആംബുലൻസ് തടഞ്ഞു? ആരിടപെട്ടാണ് ആംബുലൻസിന് പോകാൻ സാധിച്ചത്? ആരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്? പോസ്റ്റ്മോർട്ടം നടപടിയും മൃതദേഹം പുറത്തെത്തിക്കുമ്പോഴും പ്രതിഷേധം പുരോഗമിക്കുകയാണ്. മൃതദേഹം പുറത്തെത്തിച്ച വേളയിൽ ആംബുലൻസിന് മുന്നിൽ ചാണ്ടി ഉമ്മൻ MLA ആംബുലൻസിന് മുന്നിൽ കയറിയുള്ള പ്രതിഷേധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ചാണ്ടി ഉമ്മൻ
പ്രതിഷേധിച്ചത്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA-യുടെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. MLA-യുടെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം എന്തിനാണ് MLA എന്തിനാണ് ആംബുലൻസ് തടഞ്ഞത്? എന്തിനാണ് ജോസി? പ്രവർത്തകരും മരിച്ച ബിന്ദുവിന്റെ ചില ബന്ധുക്കളുടെ ആവശ്യപ്രകാരം എന്ന നിലയിലായിരുന്നു ചാണ്ടി ഉമ്മൻ MLA-യുടെ ആ പ്രതിഷേധം അരങ്ങേറുന്നത്. പക്ഷേ ഒരു വിഭാഗം ബന്ധുക്കൾ തന്നെ അത് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. എന്തായാലും അതേ തുടർന്ന് CPM പ്രവർത്തകരും MLA ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി നടത്തുന്നതെന്നുള്ള വിമർശനം ഉന്നയിച്ച് അവിടെ രംഗത്ത് വരികയും ഇരു വിഭാഗം തമ്പടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത തൻ്റെ സ്റ്റാഫ് അംഗത്തിനെ കാണുന്നതിനും അതിൻ്റെ നടപടിക്രമങ്ങൾക്കുമായി പുറത്തിറക്കുന്നതിൻ്റെ ആവശ്യത്തിനുമായി ചാണ്ടി ഉമ്മൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ മൃതദേഹം പുറത്തെത്തിച്ചപ്പോൾ ഉണ്ടായത്. ആംബുലൻസിന് മുന്നിൽ നിന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം. ഇതിനിടെ ആംബുലൻസ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചാണ്ടി ഉമ്മൻ MLA ആംബുലൻസിന് മുന്നിലേക്ക് കയറി നിന്ന് പ്രതിഷേധിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യമായിരുന്നു അപ്പോൾ നിലനിന്നിരുന്നത്. INTUC പ്രതിഷേധവും അപ്പോൾ എത്തി.